മോഹൻലാൽ, സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ ഇവർ മൂന്ന് പേരുമാണ് എൻ്റെ ഹീറോസ് എന്നല്ല, പക്ഷേ ഇവർ മൂന്ന് പേരും മലയാള സിനിമയിലെ മികച്ച നടന്മാരാണ്. ആ മൂന്ന് പേരുടെയും കയ്യിലുള്ള ഒരു വാഹനമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ടൊയോട്ട വെൽഫെയർ. അപ്പോൾ വെൽഫെയറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അലക്സിസ് കാർലോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടിയുടെ മുൻവശത്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നോട്ടം കിട്ടാൻ സാധ്യതയുള്ളത് ഈ ക്രോമിൻ്റെ ഒരു വലിയൊരു ഗ്രില്ലാണ്. അത് ഏകദേശം വണ്ടിയുടെ മുൻഭാഗം മൊത്തം നിറഞ്ഞിരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ അത് സാധാ വാഹനങ്ങളിൽ കാണാവുന്ന അത്രയും പ്രകാശമുള്ള ക്രോമല്ല കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണടിച്ചു പോയേനെ. ഏതായാലും അവർ അതിൻ്റെ വീര്യം അല്പം കുറച്ചുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും മുൻവശത്ത് നോക്കുമ്പോൾ അത് മാത്രമാണ് കാണാൻ സാധിക്കുകയുള്ളൂ. നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് രണ്ട് തട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ അത് രണ്ട് തട്ടല്ല, ഒറ്റ യൂണിറ്റ് തന്നെയാണിത്. ഇപ്പോൾ ഹെഡ്ലൈറ്റിന് എന്തെങ്കിലും മാറ്റുവാണെങ്കിൽ ഒറ്റ യൂണിറ്റ് ആയിട്ട് തന്നെ മാറ്റേണ്ടി വരും. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ക്രോമിൻ്റെ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഗ് ലാമ്പിൻ്റെ ചുറ്റും കൊടുത്തിരിക്കുന്ന ക്രോമിൻ്റെ എലമെൻ്റ്, അത് നല്ല രസകരമായിട്ട് തോന്നി. വണ്ടിയുടെ ടയർ സൈസ് 17 ഇഞ്ചാണ് വരുന്നത്. അതിൽ ഏറ്റവും ആകർഷമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ക്രോമിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് മുമ്പിൽ ഞാൻ പറഞ്ഞ ഗ്രില്ലിൽ വാരി വിതറിയ ക്രോമിൽ ബാക്കി വന്നത് അവർ ടയറിലേക്കും കൊടുത്താണെന്ന് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം. സത്യത്തിൽ ഞാൻ ഇതുപോലത്തെ ക്രോം ട്രീറ്റ്മെൻറ്റുള്ള അലോയ് വീലുകൾ ഞാൻ മറ്റൊരു വണ്ടിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഏതായാലും അത് ഭംഗിയായിട്ടുണ്ട്. അതായത് ഓവറായിട്ട് നമുക്ക് തോന്നില്ല. വെൽഫെയർ ശരിക്കും വാൻ എന്നൊക്കെ വിളിക്കാൻ പറ്റാവുന്ന ഒരു വാഹനമാണ്. അതിൻ്റെ രൂപം കൊണ്ടും അതിൻ്റെ ഷേപ്പ് കൊണ്ടും ഇത് സത്യത്തിലൊരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ഒരു രൂപകൽപ്പന, ആ രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം നീളം വരുന്നത് 5 മീറ്ററാണ്. ഏകദേശം ആ 5 മീറ്ററിൽ ബഹുഭൂരിപക്ഷം സ്പേസും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ആകർഷകമായിട്ടൊരു ഡിസൈൻ എനിക്ക് തോന്നിയത് ഈ ഗ്ലാസിൻ്റെ ഏരിയയിൽ അവർ കൊടുത്തിരിക്കുന്ന ഈ ഒരു കർവാണ്. ഇത് നമ്മൾ ഈ ഫിസിക്സ് ക്ലാസ്സിൽ പണ്ട് പഠിച്ച ഈ ഗ്രാഫ് വരയ്ക്കുന്ന പരിപാടിയില്ല, അതിൽ ഡീസലറേഷനും ടൈമും തമ്മിലൊക്കെയുള്ള ഗ്രാഫ് വരച്ച ഏകദേശം ഈ ഒരു ഷേപ്പിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അത് ഫ്രണ്ടിലെ വൈപ്പറിനെ പറ്റി ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ആ ഷേപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് ഇവിടെ വൈപ്പറിൻ്റെ ഒരു സംവിധാനം അവർ കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ആ ഒരു ഷേപ്പിൽ തന്നെയാണ്, ആ ഒരു കർവിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ വിൻസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു സ്പേസാണ്, നല്ലൊരു ഏരിയ ഉണ്ട് ഇത് കവർ ചെയ്യാൻ. അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ, എനിക്ക് വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും അതും ഒരു രസകരമായ, നമ്മളങ്ങനെ കാണാത്ത കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ കണ്ടത്. പുറകിലേക്ക് വരുമ്പോൾ ഒരു വാൻ ആയിട്ടുള്ള ഒരു വാഹനത്തിൽ പ്രതീക്ഷിക്കാവുന്ന രൂപകൽപ്പന എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല. പക്ഷേ ടെയിൽ ലൈറ്റിൻ്റെയൊക്കെ രൂപകൽപ്പന അതല്പം ഓവറായി പോയെന്ന് എനിക്ക് തോന്നി. ഏതായാലും ആ ക്രോമിൻ്റെ കളി അവർ വിട്ടിട്ടില്ല. ബാക്കിലേക്ക് വന്നപ്പോഴും ഒരു ക്രോമിൻ്റെ ഒരു വലിയ ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, വെൽഫെയറിൻ്റെ എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറയുന്ന ഒരു വകഭേദമായിട്ടാണ് അവർ വെൽഫെയർ ലോഞ്ച് ചെയ്ത ഒറ്റ വേരിയൻ്റ് ഉള്ളൂ. ആ ഒരു വേരിയൻറ്റിൻ്റെ പേരാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടൊയോട്ട എപ്പോഴും അഭിമാനത്തോടു കൂടി എപ്പോഴും അവരുടെ എടുത്ത് കാണിക്കുന്ന ഹൈബ്രിഡ് സിനർജി ഡ്രൈവ്, അത് അവരുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിന് അവർ നൽകിയിരിക്കുന്ന പേരാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ്ങും ബാക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടിയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് വണ്ടി റോട്ടിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു അല്പം വിഡ്ത്ത് കുറഞ്ഞ വണ്ടിയായിട്ട് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ സത്യത്തിൽ അത്ര കുറവൊന്നുമില്ല. ഇന്നോവയെക്കാളും വിഡ്ത്തുണ്ട്. അതുപോലെ തന്നെ ഫോർച്യൂണറിനേക്കാളും ഒരു 5 mm വിഡ്ത്ത് കുറവുണ്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് അങ്ങ് തുറന്നു നോക്കാം. ബൂട്ട് യന്ത്ര സംവിധാനത്തിൻ്റെ സഹായത്തോടെ തന്നെ നമുക്ക് തുറക്കാവുന്ന ബൂട്ടാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നോക്കാൻ പോകുന്നത് ഇത് ബൂട്ട് തുറക്കുമ്പോൾ എത്ര നേരം കൊണ്ടാണ് ഇത് തുറന്നു വരേണ്ടതെന്ന് നമുക്ക് സ്റ്റോപ്പാജിലൊന്ന് കണക്കാക്കി നോക്കാം. ഏകദേശം 10 സെക്കൻഡ് സമയം കൊണ്ടാണ് ഈ ബൂട്ട് തുറന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, ഇത് വാൻ തരത്തിൽ നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം വരുന്നത് ഇതിൻ്റെ ലോഡിങ് ഹൈറ്റിൻ്റെ കുറവുണ്ട്. ഇത്രയും താഴ്ന്ന രീതിയിലാണ് ആ ലോഡിങ് ഹൈറ്റ്. ഈസി ആയിട്ട് ലഗേജുകൾ നമുക്ക് കയറ്റി വയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സീറ്റുകൾ നമുക്ക് ഫോൾഡ് ചെയ്ത് കൂടുതൽ സാധനങ്ങൾ കയറ്റി വയ്ക്കാനും സഹായിക്കും. അങ്ങനെ വളരെ പ്രാക്ടിക്കലും ഫങ്ഷണലുമായിട്ടുള്ള ഒരു വാഹനമാണ് വെൽഫെയർ എന്ന് നമുക്ക് പറയേണ്ടി വരും.
വാഹനത്തിന് കീ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നല്ല ഗംഭീരമായിട്ടാണ്. വെൽഫെയർ എന്നുള്ള പേര് അവർ കൊടുത്തിട്ടുണ്ട്. ആകെ ചെറിയൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയത് നമുക്ക് ഇത്ര എക്സ്പെൻസീവ് ആയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു അല്പം ഹെവിനെസ്. ശരിക്കും നല്ലതാണ്, ലൈറ്റ് വെയിറ്റ് കൊണ്ടു കിടക്കാനൊക്കെ എളുപ്പമാണ്. എന്നാൽ പിടിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എക്സ്പെൻസീവ് ഫീൽ നമുക്ക് തോന്നാൻ കുറച്ചും കൂടി റിച്ച് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഡോറുകൾ എന്ന് പറയുന്നത് പവേർഡ് ആയിട്ടുള്ള സ്ലൈഡിംഗ് ഡോറുകളാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. വാൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റേതായ മെച്ചങ്ങൾ ഞാൻ കയറുമ്പോൾ പറയാം. അതിന് മുമ്പ് ഇത് തുറക്കുമ്പോൾ നമ്മൾ എത്ര സെക്കൻഡ്, നമ്മൾ ബാക്കിലത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് എത്ര സെക്കൻഡ് കൊണ്ട് തുറക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. 4 സെക്കൻഡ് എടുക്കും ഇത് തുറന്നു വരാൻ. ഏതായാലും അത് വളരെ കുറഞ്ഞ സമയമുള്ളൂ, പെട്ടെന്ന് തന്നെ തുറന്ന് നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കും. ഇനി അകത്തേക്ക് കയറുമ്പോഴാണ് ഞാൻ ഇനി വാനിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയോജനം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ലൈഡിങ് ഡോറുകളുടെ ഏറ്റവും വലിയ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈറ്റ് പാർക്കിംഗ് സ്പേസിലായാലും നമുക്ക് മറ്റേ ഡോറ് പോലെ തന്നെ തുറക്കാൻ സ്ഥലമൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് ചെറിയ സ്ഥലത്ത് നമുക്ക് തുറക്കാൻ പറ്റും. അത് ഒന്നാമത്തെ ബെനിഫിറ്റ്. പിന്നെ കയറാനുള്ള സുഖം, ഇത്രയും സുഗമമായിട്ട് വേറെ ഒരു വണ്ടിയിലും നമുക്ക് കയറാൻ സാധിക്കില്ല. വളരെ ഈസി ആയിട്ട് കണ്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ അകത്തേക്ക് വളരെ സുഖമായിട്ട് കയറുക എന്നുള്ളത് തന്നെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയേണ്ടി വരും. അതായത് സുഖമായിട്ട് കയറിയിരിക്കാം. ഇനി ഇരുന്നിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ വളരെ എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്നാണ് അവർ ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഇതിൻ്റെ അകം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങളെ വെൽഫെയറിൻ്റെ എക്സിക്യൂട്ടീവ് ലോഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്തിരിക്കുക എന്നുള്ളത് ഒന്നും പറയാനില്ല. ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 90 ലക്ഷം രൂപയാണ്. ഓൺ റോഡ് വരുമ്പോഴേക്കും 1,10,00,000 രൂപയോളം വില വരും. അതെന്തുകൊണ്ടാണ് അത്രയും വില കൊടുത്ത് നിങ്ങൾക്ക് എടുക്കുന്നത്, നഷ്ടമാവില്ല എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറിയിരിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അത്രയ്ക്ക് സൗകര്യങ്ങളാണ് ഈ വാഹനത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീറ്റുകളുടെ കണ്ടത്, ഈ അടിയിലത്തെ ഒരു ലെഗ് സപ്പോർട്ട്, എക്സ്ട്രാ ലെഗ് സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതായത് നമ്മുടെ പക്ക ബിസിനസ് ക്ലാസ്സിൽ എങ്ങനെ എയർക്രാഫ്റ്റിൽ ബിസിനസ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന അതുപോലെ തന്നെ കണ്ടത്. അതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ട്, അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യിക്കാം, കുറയ്ക്കാം. അങ്ങനെ ഇനി അത് കഴിഞ്ഞു ഇനി നമുക്ക് സീറ്റ് ബാക്കിലേക്ക് ആകാം. എത്ര വേണമെങ്കിലും ഇൻക്ലൈൻ ചെയ്ത് കിടക്കുന്നത് പോലെ തന്നെ ഉറങ്ങി യാത്ര ചെയ്യുക. ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ബെഡ് പോലെ തന്നെ വളരെ സുഖമായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ സാധിക്കും. AC വെൻറ്റുകൾ എവിടെ കൊടുത്തേക്കണമെന്നും കൂടി പറഞ്ഞു തരാം. മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല കാലിൻ്റെ ഇത് കണ്ടത്, നമ്മുടെ ഈ സീറ്റിൻ്റെ അടിയിൽ വരെ അവർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത്രയും കംഫർട്ടബിലിറ്റി. ഞാൻ ഇത്രയും പറഞ്ഞത് ഇരിപ്പിൻ്റെ കാര്യത്തിലുള്ള കംഫർട്ടബിലിറ്റിയാണ്. ആ രീതിയിൽ കംഫർട്ടബിൾ എത്രത്തോളം കംഫർട്ട് ആക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ഈ വാഹനം ചെയ്തിട്ടുണ്ട്. ഇത് അൾട്ടിമേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ലക്ഷറിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇവർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി, ബാക്കിൽ നമ്മൾ ലോങ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി TV സംവിധാനം കൊടുത്തത്, TV അല്ല ഒരു സ്ക്രീൻ സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റിമോട്ട് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. റിമോട്ടിൽ ഇത് ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ നമുക്ക് രാജകീയമായിട്ട് ഇരുന്ന് കാഴ്ചകളൊക്കെ ഉണ്ട്. HDMI പോർട്ടിൻ്റെ സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് സിനിമ അങ്ങനെയുള്ള എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. JBLൻ്റെ 17 സ്പീക്കർ സംവിധാനം മികച്ച പ്രീമിയം സൗണ്ട് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. തരക്കേടില്ലാത്ത സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡറുകളൊക്കെ മികച്ച പൊസിഷനിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനൊക്കെ ഒരു ലക്ഷറി ടച്ച് അവർ നൽകിയിട്ടുണ്ട്. മാക് പോക്കറ്റിൻ്റെ നിലവാരവും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റിൻ്റെ പൊസിഷനൊക്കെ വളരെ മികച്ചതായിട്ട് തോന്നി. ഇനി വാഹനത്തിൽ ഞാൻ പറഞ്ഞ AC കൺട്രോളുകൾ, അതും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫ്രണ്ടിൽ 2 സീറ്റുകൾക്ക് അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 സോണുകൾ കൊടുത്തു. പക്ഷേ ബാക്കിലേക്ക് ഒറ്റ സോണ് മാത്രം, ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ആയിരിക്കും ഇവിടെയുള്ള എല്ലാവർക്കും കിട്ടുക. അതുപോലെ തന്നെ ഈ സീറ്റുകൾ വെന്റിലേറ്റർ സീറ്റുകളാണ്. നമ്മുടെ നാട്ടിൽ വെന്റിലേറ്റർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെന്റിലേറ്റർ സീറ്റ് കയറി തന്നെ പകുതി ആശ്വാസമായി, പകുതി സുഖം കിട്ടിക്കഴിഞ്ഞു. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ കൈവെള്ളയെ തന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഇരിക്കുന്നുണ്ട്, അതും കൊള്ളാം. പിന്നെ സൺറൂഫ് സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കിലേക്ക് നമ്മുടെ സെക്രട്ടറിമാർക്ക് ഇരിക്കാനുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് 3rd റോയിലേക്ക് കയറാൻ വേണ്ടി വേറെ ഒന്നുമില്ല. കണ്ടോ, ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് ഇച്ചിരി ചീപ്പായിട്ട് എനിക്ക് തോന്നി. വേറെ ഒന്നുമില്ല, അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് ആ ഒരു സാധനം ഫുൾ ഇൻക്ലൈൻ ചെയ്ത് ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്യാം. ഇനി കയറാൻ വേണ്ടി ഞാൻ പ്രതീക്ഷ പോലെയല്ല, വളരെ ഈസി ആയിട്ട്. ബാക്കിലെ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 3 പേർക്ക് ഇരിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നുള്ളത് ഈ നടുവിലത്തെ സീറ്റിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. നടുവിലത്തെ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ 2 പേർക്ക് വളരെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു വണ്ടിയിലും 3rd റോയിൽ ഇത്ര സുഖകരമായിട്ട് ഇരുന്നിട്ടില്ല. കണ്ടോ, ഇവിടെ ഈ ഒരു സൈഡിൽ മാത്രമാണ് ആംറെസ്റ്റ് ഉള്ളത്, അത് അത്ര സുഖമില്ല കേട്ടോ. പക്ഷേ ഇരിപ്പ് നല്ല ഗംഭീരമാണ്. ഇഷ്ടം പോലെ ലെഗ് റൂം, വളരെ സുഖമായിട്ട് ഇരുന്ന്, അതായത് ബാക്കിൽ 3rd റോയിൽ ഇരിക്കുന്നവർക്കും വളരെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സൺബ്ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല ബാക്കിൽ ഇരിക്കുന്നവർക്ക്. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഹുക്ക് ചെയ്തിടാം. ഹുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ, അതിൻ്റെ അകത്ത് തന്നെ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കാം.
വണ്ടിയുടെ ഡോർ ഇറക്കുമ്പോൾ ഈ ഡോർ പാനൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ക്യൂട്ടായിട്ട് നമുക്ക് തോന്നും. പ്രത്യേകിച്ച് ഈ വിൻഡോ ഭാഗം വളരെ ചെറുതും ഈ ഡോർ പാഡ് വളരെ വീതിയുള്ള വളരെ നീളമുള്ളതായതുകൊണ്ടാണ് നല്ല രസകരമായിട്ട് തോന്നി. പിന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജ് സംവിധാനങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ശരിക്കും അകത്തേക്ക് കയറിയിരിക്കാം. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിനെ പറ്റി പറയുമ്പോൾ വുഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ലെതറിൻ്റെ ഒരു മിക്സിംഗ് ആണ് അവർ നൽകിയിരിക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റോൺ ക്ലസ്റ്ററിലേക്ക് പോകുമ്പോൾ അത്ര അട്രാക്റ്റീവ് അല്ലാത്തുള്ള രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റും, പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് തോന്നി. അവിടെയും ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വാഹനമൊന്നുമല്ല. ബാക്കിലിരുന്നായിരിക്കും ഇതിന്റെ ഓണേഴ്സ് പലപ്പോഴും സഞ്ചരിക്കാൻ സാധ്യത കൂടുതൽ. പക്ഷേ എങ്കിലും ഡ്രൈവർക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ, അതായത് വെന്റിലേറ്റഡ് സീറ്റ് പോലുള്ള സൗകര്യങ്ങൾ. പിന്നെ ഈ സെൻട്രൽ കൺസോളിലേക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെറ്റൽ ഫിനിഷിൽ അവർ കൊടുത്തിരിക്കുന്ന ഫിനിഷ് അത് ഗംഭീരമായിട്ടുണ്ട്, അത് അടിപൊളിയുണ്ട്. ഒന്നും പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വുഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, വൃത്തികേടല്ലാത്ത രീതിയിലാണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വുഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്റ്റോറേജ് സംവിധാനം ക്ലോസ്ഡ് ആക്കിയിട്ട് കാണുമ്പോൾ നല്ല വൃത്തിയുള്ള രീതിയിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ നോബുകൾ നൽകിയത് മികച്ച തീരുമാനമായി. ബാക്കിയുള്ളതെല്ലാം ടച്ച് സെൻസിറ്റീവ് ബട്ടണുകളാണ് നൽകിയിരിക്കുന്നത്. 10.5 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഈ വാഹനത്തിൽ വരുന്നത്. നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇൻഫോർമേഷൻസ് വായിച്ചെടുക്കാൻ എളുപ്പമാണ്. ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ ശരാശരി നിലവാരം മാത്രമേ പുലർത്തുന്നുള്ളൂ. ഇൻബിൽറ്റ് നാവിഗേഷൻ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അവർ തന്നെ പ്രത്യേക ഒരു ഇൻഫോർമേഷൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് എന്നുള്ള കാര്യം. ഓട്ടോമാറ്റിക് ഗിയർ സെലക്ടർ നോബിന്റെ രൂപകൽപ്പന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് CVT ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വളരെ വലിയൊരു കബി ഹോൾഡർ അല്ലെങ്കിൽ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റോറേജ് സംവിധാനം 2 രീതിയിൽ തുറക്കാം. അതായത് ഡ്രൈവർ സൈഡിൽ നിന്ന് ഇങ്ങനെ വേണമെങ്കിൽ തുറക്കാം, അല്ലെങ്കിൽ ഇപ്പം മറ്റേ കോപാസഞ്ചർ സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടോ അവിടെ നിന്ന് തുറക്കുകയും ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഈ ഗ്ലൗ ബോക്സിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഗ്ലൗ ബോക്സ്. വേറെ ഒന്നും നിലപ്പെടണം. ഇവിടെ ഒരു CD ഇടാവുന്നൊരു യൂണിറ്റ് കമ്പാർട്ട്മെൻറ്റ് വന്നുപോയി. അതല്ലെങ്കിൽ അവിടെയും വന്ന അത്യാവശ്യം തൊടാവുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ലക്ഷറി ആയിട്ട് ഫ്രണ്ടിൽ അവർ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി കാണിച്ചു തരാം. AC വണ്ടികൾ, അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ സാധനം തണുത്ത് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ നമുക്ക് ഫ്രണ്ടിലും ഒരു ചെറിയൊരു സൺറൂഫ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് വെക്കാം, ചെറുതായിട്ടൊന്ന് പൊക്കി വെക്കാനേ പറ്റുള്ളൂ. ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഇവിടെയുള്ള എല്ലാ കൺട്രോളുകളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബാക്കിലത്തെയും സൈഡിലത്തെ എല്ലാ, അതായത് ഡ്രൈവർക്ക് എല്ലാ കൺട്രോളുകളും ഈ ഡ്രൈവർ സീറ്റിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൺഗ്ലാസ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വൈപ്പറോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കില്ല. എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് പോകാം. പക്ഷേ സത്യത്തിൽ ഈ വാഹനത്തിന് റിയർ വൈപ്പർ അവർ നൽകിയിട്ടുണ്ട്. ആ വൈപ്പർ ഇതുണ്ട്, അവിടെ ഈ സ്പോയിലറിൻ്റെ അകത്ത് അവർ ഒളിപ്പിച്ച് നൽകിയിരിക്കുകയാണ്. അത് നമുക്ക് കാണാത്ത തരത്തിൽ, അത് ഡിസൈൻ എലമെൻ്റായിട്ട് തന്നെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ വൃത്തികേടല്ലാത്ത രീതിയിൽ ഒളിപ്പിച്ച് അവർ നല്ല ഭംഗിയായിട്ട് ഈ സ്പോയിലറിൻ്റെ അകത്ത് നൽകിയിരിക്കുകയാണ്. അതായത് നല്ല ഒരു ക്ലവറായിട്ടുള്ള ഒരു ഡിസൈൻ ഫീച്ചറായിട്ട് പറയേണ്ടത്. ഈ ടൊയോട്ടയുടെ ലോഗോയിൽ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബ്ലൂവിൻ്റെ, ഒരു നീല നിറത്തിൻ്റെ ഒരു ആവരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വേറെ ഒന്നുമല്ല സൂചിപ്പിക്കുന്നത്. ടൊയോട്ട എപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ് അവരുടെ ഹൈബ്രിഡ് സിസ്റ്റം. അതിൻ്റെ ആ ഒരു സൂചനയായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് അവർ നൽകുന്ന ഒരു ചിഹ്നമാണ് ഈ ലോഗോ. ഇത് നിങ്ങൾക്ക് വേറെ കാണാൻ സാധിക്കും. ക്യാമറയിലൊക്കെ ഈ ഒരു സെയിം ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് പൂർണ്ണമായിട്ടും ഹൈബ്രിഡ് ആയിട്ട് പറയാവുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ഞാൻ പറഞ്ഞു, ഇത് വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് ബാക്കിലേക്ക് ആക്കുമ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പ് കണ്ടോ, ഇവിടുത്തെ സീറ്റ് ബെൽറ്റിൻ്റെ ഒരു കാര്യം കൂടിയാണ് പറയാൻ വന്നത്. ഈ സീറ്റ് ബെൽറ്റ് സീറ്റിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് ഇട്ടതിന് ശേഷം ഇത് ബാക്കിലേക്ക് വരുമ്പോഴും ഈ സീറ്റ് ബെൽറ്റ് നിങ്ങളുടെ ഒപ്പം തന്നെ ബാക്കിലേക്ക് വന്നോളൂ. നല്ല ഫിറ്റായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും. ഇത് ഇപ്പോൾ ഇവിടെ പില്ലറിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് ഒരുമാതിരി ചിലന്തി പോലെ ഇങ്ങനെ നിന്നേനെ. ഏതായാലും അതും നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില ക്ലവറായിട്ടുള്ള ഇത്രയും വില കൂടിയ വാഹനങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വെൽഫെയറിൽ ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് വണ്ടിയുടെ ഒരു കംഫർട്ടബിലിറ്റിനെ പറ്റിയാണ്. വളരെ സുഖകരമായ യാത്ര. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സൈലൻസ് ആണ്. അകത്തേക്ക് ഒരു രീതിയിലുള്ള സൗണ്ടിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷെ വളരെ മാക്സിമം ഇൻസുലേറ്റഡ് ആക്കാൻ പറ്റുമോ അത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഗ്ലാസുകളെ പറ്റി പറയുമ്പോൾ അക്വസ്റ്റിക് ഗ്ലാസുകളാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും പുറത്തുനിന്നുള്ള സൗണ്ടുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിലൊരു ചെറിയൊരു ഗ്രീൻ ടിൻഡഡ് എഫക്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള വെളിച്ചം അങ്ങനെയുള്ള ഒരു ടിൻഡഡ് എഫക്ട് നമുക്ക് ഉള്ളിൽ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഇലക്ട്രിക്കും അതുപോലെ തന്നെ വണ്ടിയുടെ അതിന്റെ തമ്മിലുള്ള ഒരു സങ്കലനം നടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ എക്സ്ചേഞ്ചുകളും പരിപാടി. അതുകൊണ്ട് തന്നെ സൗണ്ട് വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി വളരെ സൗണ്ട് കുറഞ്ഞുള്ള യാത്രയാണ് കിട്ടുന്നത്. പിന്നെ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബോക്സി ആയിട്ടുള്ള റെക്ടാങ്കിൾ ഷേപ്പിലുള്ള വാഹനമാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും
കംഫർട്ടബിലിറ്റി ഉണ്ടോ, ഈ വളവൊക്കെ തിരിക്കുമ്പോൾ ആ ഒരു ബോഡി റോളിന്റെ എഫക്റ്റ് വരുമോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. പക്ഷെ ഈ വാഹനത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ചെറുതായിട്ടുണ്ടാകാം, പക്ഷെ എങ്കിലും വലിയ കാര്യമായിട്ട് നമ്മുടെ യാത്രയെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് ഇത്ര നേരമായിട്ട് അനുഭവപ്പെട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ ഈ സീറ്റ് നമുക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള സീറ്റിംഗ് ആണെന്ന് നമുക്ക് പറയാം. ഇതിൽ ഇരുന്ന് എത്ര ദൂരം വേണമെങ്കിലും സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് കണ്ടോ ഇവിടെ ഈ അഡ്രസ്സിന്റെ ഭാഗത്തൊക്കെ ചെറിയ കണ്ടോ നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാൻ അത്യാവശ്യം ഫിറ്റ് ആയിട്ട് ഇരിക്കാവുന്ന രീതിയിൽ, അങ്ങനെ മൊത്തത്തിൽ നമ്മളെ എത്രത്തോളം കംഫർട്ടബിൾ ആക്കാമോ അത്രയൊക്കെ ചെയ്യാവുന്ന തരത്തിലാണ് അതിന്റെ ഒരു ക്രമീകരണം. പിന്നെ ഞാൻ ഈ വാഹനം കൈകാര്യം ചെയ്യുന്ന സുരേഷനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡ്രൈവിങ്ങിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് വളരെ സുഖകരമായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഇഷ്യൂ, വളരെ ചെറിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഇഷ്യൂ ചിലപ്പോൾ ഈ വാഹനത്തിൽ അല്പം നീട്ടം കൂടുതലാണ്, വീൽ ബേസ് കൂടുതലായതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അതും വളരെ അത്ര കുഴപ്പമില്ല, ഒന്ന് ചവിട്ടിയെടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ റോഡിൽ കൂടെയും വലിയ തരക്കേടില്ലാണ്ട് സുഖമായിട്ട് വളരെ എൻജോയബിൾ ആയുള്ള, വളരെ ദീർഘദൂരം വളരെ ക്ഷീണമില്ലാണ്ട്, അതാണല്ലോ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പർപ്പസ്. ഇതാണ് MPV വാഹനങ്ങളുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വളരെ സുഖകരമായുള്ള യാത്ര കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പർപ്പസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വണ്ടിയുടെ ഇത്രയും നീളമുള്ള വണ്ടിയാണ്. ഇപ്പൊ ഇത് നമ്മുടെ കേരളത്തിലെ റോഡുകൾ അല്പം ഇടുങ്ങിയ ചില റോഡുകൾ ഉണ്ടാവാം, അങ്ങനെയുള്ള റോഡിൽ കൂടെ ഇത് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ഡ്രൈവർക്ക് എത്ര ആയാസരഹിതമായി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനും ഇതിന് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ, ചുറ്റും സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ ഡ്രൈവർ എയ്ഡുകൾ കുറെ കാര്യങ്ങൾ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയുള്ളത് വണ്ടിയുടെ സേഫ്റ്റിനെ പറ്റി. ജപ്പാൻ എൻക്യാപ്പില് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ് വെൽഫെയർ. എയർ ബാഗുകളൊക്കെ സൈഡിലും കർട്ടൺ എയർ ബാഗുകളൊക്കെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ആ രീതിയിലൊക്കെ സേഫ്റ്റി, അതും ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ABS, EBD തുടങ്ങിയുള്ള ഒരുപാട് സംവിധാനങ്ങളും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. സെൽഫ് ചാർജിംഗ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ് വെൽഫെയറിന് പറയുന്നത്. ഇപ്പോൾ പേര് പോലെ തന്നെ സാധാ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ പ്ലഗ് ചെയ്ത് കുത്തിയിട്ട് ചാർജ് ചെയ്യുന്ന പോലെ ഈ വാഹനം ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വണ്ടി തന്നെ ഇതിന്റെ ചാർജിങ് പരിപാടികളൊക്കെ നടത്തിക്കൊള്ളും. അതിനുവേണ്ടി ഇവർ നൽകിയിരിക്കുന്നത് 2500 cc പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഈ പെട്രോൾ എഞ്ചിന്റെ സഹായത്തോടും അതുപോലെ തന്നെ നമ്മൾ വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പോഴൊക്കെ വരുന്ന എനർജി റീജനറേറ്റ് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യുന്ന പരിപാടിയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൽ 2 ഇലക്ട്രിക് മോട്ടോറുകളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് ഫ്രണ്ട് ആക്സിലിൽ ഒരു മോട്ടോർ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ റിയർ ആക്സിലിൽ ഒരു മോട്ടോർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 4 വീൽ ഡ്രൈവ് ആയിട്ടുള്ള വാഹനമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് ഓഫ് റോഡിങ്ങിന് വേണ്ടിയുള്ള 4 വീൽ ഡ്രൈവ് അല്ല. നിങ്ങൾ സ്പീഡ് കൂട്ടുമ്പോഴൊക്കെ ട്രാക്ഷൻ, അതായത് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഈ 4 വീൽ ഡ്രൈവ് സിസ്റ്റം നിങ്ങൾക്ക് കുറച്ചുകൂടി സഹായിക്കും. പ്രത്യേകിച്ച് റിയർ ആക്സിലുള്ള മോട്ടോർ എപ്പോഴും പ്രവർത്തിക്കില്ല, നിങ്ങൾ സ്പീഡ് കൂട്ടുമ്പോൾ ട്രാക്ഷന് വേണ്ടി മാത്രമാണ് അത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇലക്ട്രിക് സിസ്റ്റത്തിൽ നിങ്ങൾ വളരെ ഹാർഡായിട്ടൊക്കെ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ പെട്രോൾ എഞ്ചിനും സഹായമായിട്ട് എത്തും. അങ്ങനെ പെട്രോൾ എഞ്ചിന്റെയും ഇലക്ട്രിക് മോട്ടോറിന്റെയും ഒരു സങ്കര ഇനം എന്ന് വിളിക്കാൻ പറ്റാവുന്ന ഒരു വാഹനമാണ് ടൊയോട്ട വെൽഫെയർ. ഇനി നിങ്ങൾക്ക് ഇതൊരു പക്ക ഇലക്ട്രിക് വാഹനമായിട്ട് തന്നെ യൂസ് ചെയ്യണം, അതായത് പെട്രോൾ എഞ്ചിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, പക്ക ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു EV മോഡ് അവർ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിറ്റി ആവശ്യങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളാണ് കുറച്ചുകൂടി യോജിച്ചതെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിറ്റിയിലൊക്കെ ചെല്ലുമ്പോൾ EV മോഡ് അങ്ങ് ഓണാക്കി കഴിഞ്ഞാൽ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. അതായത് നിങ്ങൾ വളരെ ഹാർഡായിട്ട് ആക്സിലേറ്ററിൽ കൊടുക്കണില്ല, അതുപോലെ തന്നെ അത്യാവശ്യം ചാർജ് ഉണ്ട്, ബാറ്ററിയിൽ അത്യാവശ്യം ചാർജ് ഉണ്ടെങ്കിൽ അവർ EV മോഡിൽ തന്നെ ഈ വാഹനം നിങ്ങൾക്ക് സിറ്റി കൂടെ ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റും. ആ രീതിയിലും നിങ്ങൾക്ക് ഇന്ധനം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ടൊയോട്ട ഇങ്ങനെയുള്ള വാഹനങ്ങളാണ്, ഈ ഹൈബ്രിഡ് സിസ്റ്റമാണ് പുഷ് ചെയ്യുന്നത്. സാധാ EVനേക്കാളും നല്ലത് ഇങ്ങനത്തെയുള്ള ഹൈബ്രിഡ് സിസ്റ്റമാണ് കുറച്ചുകൂടി നല്ലതെന്നുള്ള രീതിയിലാണ് ടൊയോട്ട കുറേ നാളുകളായിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഇന്നോവയിലും ഫോർച്യൂണറിലൊക്കെ ഒരു പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ ടൊയോട്ട കൊണ്ടുവന്നേക്കാം. കാരണം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ റേഞ്ചിനെ പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വെൽഫെയർ ഒരു CBO ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വില വരുന്നത് വാഹനത്തിന്. ഏതായാലും യാത്രാസുഖവും ലക്ഷറിയും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിലെ ഈ ടെക്നോളജി തന്നെയാണ് ഈ വാഹനത്തിന് ഏറ്റവും കൂടുതൽ അത്ഭുതകരമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്ത വെൽഫെയറിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ വാഹനം നമുക്ക് ഒരുക്കി തന്നത് ഗ്രെയിൻ ആൻഡ് ഗ്രേസ് എന്ന കമ്പനിയുടെ ഉടമയായ മുഹമ്മദ് കുഞ്ഞ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള വലിയൊരു നന്ദി ഞങ്ങൾ അറിയിക്കുന്നു, ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകൾ, ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഗ്രെയിൻ ആൻഡ് ഗ്രേസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വാങ്ങിക്കുക. റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിനുള്ള വലിയ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഒപ്പം മുഴുവൻ സമയം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന സുരേഷ് ചേട്ടനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അതുള്ള വ്യത്യസ്തമായ വാഹനങ്ങളും വ്യത്യസ്തമായ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ക്ലാസ്സിലേക്ക് ഇരിക്കാവുന്ന അതുപോലെ തന്നെ സീറ്റ് കണ്ടോ, ഇവിടെ അടിയിൽ വണ്ടിയുടെ അകത്തേക്ക് കയറി സ്റ്റീറിംഗ് വീലിനെ പറ്റി